അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിവേഴ്സുമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേഴ്സണുമായിട്ട് ഇപ്പൊ റിലേഷൻഷിപ്പിലായിട്ടുള്ളവർക്ക് നമ്മൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഭാവിയിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഈ ഒരു പേഴ്സൺ അതായത് വളരെയധികം മണി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ ആണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളിപ്പോ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു പേഴ്സൺ മണി ഉണ്ടാക്കണം, ഒരുപാട് ക്യാഷ് ഉണ്ടാക്കണം, ഒരുപാട് എന്താ പറയുക അവരുടേതായിട്ടൊരു ചിട്ടവട്ടങ്ങളുള്ള ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇവർ പുറമേക്ക് നിങ്ങളോട് അധികം സ്നേഹമില്ലെങ്കിൽ പോലും ഉള്ളിൽ സ്നേഹം ഉള്ളതായിട്ടാണ് നിങ്ങൾ കാണുന്നത്. കാരണം ഈ ഒരു പേഴ്സണ് ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെ കാണുന്നുണ്ട് എനിക്ക്. കാരണം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം എല്ലാവരുമായിട്ടും എല്ലാവരാലും അട്രാക്റ്റപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം എന്തോ ഇതെല്ലാം മണി ഓറിയന്റഡ് ആയിട്ടാണ് ഇവിടെ മുഴുവൻ കാർഡ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് സ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് ആൾ. അത് പാടില്ല, ഇത് പാടില്ല, ഇങ്ങനെ ഒരു ലെവലിൽ തന്നെ പോകണം, അതുപോലെ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാം, അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. നിങ്ങളാണെങ്കിൽ ആ ഒരു നിങ്ങൾക്ക് ഈ പേഴ്സണെ വേണം താണും, എന്നാൽ നിങ്ങൾക്കായിട്ടൊരു ഫ്രീഡം ഇയാൾ തരാത്തത് കൊണ്ട് നിങ്ങൾ ഒരുപാട് വിഷമത്തിലായിട്ടാണ് കാണിക്കുന്നത്. ദ മൂൺ കാർഡ് ഇവിടെയുണ്ട്. കാരണം നിങ്ങൾ നിങ്ങളുടെ എന്താ പറയാ ബാക്കിയുള്ളവരെ കൂടെ നിങ്ങൾ അങ്ങനെ സന്തോഷിച്ചിരിക്കുന്നുണ്ടെങ്കിലും ആള് വിളിക്കുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ വിളിക്കുമ്പോൾ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കുള്ളിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നാണ് എനിക്കിവിടെ കാണും ഭൂരിഭാഗവും എനിക്കിവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ ഒരു എനർജിയാണ്. കാരണം നിങ്ങൾക്ക് ആളിത്രയൊക്കെ നിങ്ങൾക്ക് ഒരു ലവ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തോ ഒരു അൺസാറ്റിസ്ഫാക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ടാണ് കാണുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു ഈ ഒരു പേഴ്സൺ ഒരുപാട് ഓപ്ഷൻസും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു വ്യക്തി പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ അല്ല ആ ഒരു വ്യക്തിക്ക് ഒരു കരിയർ, ജോബ് നല്ല നിലയിൽ എത്തണം, പിന്നെ ആളുടെ ഒരു ഫാമിലി, അവർക്കൊക്കെ ആയിട്ടാണ് ഒരു എന്താ പറയാ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾ എന്താ ഒരു ചിട്ടവട്ടം ഇല്ലേ നമുക്ക് അയാളുടേതായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ഇപ്പൊ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിലൊക്കെ ഇങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഒരു പണ്ടത്തെ ഒരു അച്ഛനമ്മ കാലഘട്ടത്തിലൊക്കെ ഉണ്ടാവൂലേ അങ്ങനെയൊക്കെ ഒരു റിലേഷൻഷിപ്പ് എന്താ പറയാ അവർ ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് പോകണ്ട, നീ മിണ്ടരുത്, ഇതുപോലെ ഇപ്പൊ ഗേൾസ് ആണെങ്കിൽ ഷോൾ ഇട്ട് നടക്കണം. ഇപ്പൊ ഗേൾസും ബോയ്സും ആവാട്ടോ. ഇപ്പൊ ഗേൾസ് ആണെങ്കിലും ബോയ്സിന്റെ അടുത്ത് ഇന്ന ഫ്രണ്ട്സിന്റെ അടുത്ത് നീ പോകാൻ പാടില്ല, എനിക്കത് ഇഷ്ടമല്ല, നീ അവളോട് സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. ആ ഒരു പേഴ്സൺ നീ എത്രയും പെട്ടെന്ന് മണി ഉണ്ടാക്കണം, നമുക്ക് വലിയ ഇതാവണം, അങ്ങനെയൊക്കെ ഒരു ഇതിലായിട്ടാണ് എനിക്ക് കൂടുതലും കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു നിങ്ങളെ ലൈഫിൽ മുന്നോട്ട് ഒരു ഫ്യൂച്ചർ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഒരു ഡെത്ത് കാർഡ് ഇവിടെ കാണുന്നുണ്ട്. കാരണം ഈ ഒരു സിറ്റുവേഷൻ എന്താ പറയാ ചിലവർക്ക് ഒരു 50-50 ചാൻസ് ആണ് ഇവിടെ ഉള്ളത്. 50% ആളുകൾക്കും ഇതിന് ഒരു റീയൂണിയൻ ഉണ്ടായിരിക്കും. ഇപ്പൊ നോ കോണ്ടാക്ട്സിൽ ഉണ്ടെങ്കിൽ റീയൂണിയൻ സാധ്യമാണ്. നോ കോണ്ടാക്ട്സ് അല്ലാത്തവർക്കും മുന്നോട്ട് പോവാം. ഇതൊക്കെ സഹിച്ചും നിങ്ങൾക്ക് മുന്നോട്ട് പോവാം എന്നുണ്ടെങ്കിൽ പൊയ്ക്കോളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ ഒരു റിലേഷൻഷിപ്പിൽ സ്ട്രെങ്ത് ഉണ്ട്, ആ ഒരു വ്യക്തി നിങ്ങളെ അവരുടേതായിട്ടുള്ള ലൈഫിലേക്ക് പിടിച്ച് കയറ്റുന്നതായിരിക്കാം. പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമഘട്ടങ്ങൾ താങ്ങാനുള്ള ഒരു സാധ്യത ഞാൻ ഇവിടെ കാണുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തി നല്ല സ്ട്രെങ്ത് ഉള്ള റിലേഷൻഷിപ്പ് ആണ്. പെട്ടെന്നൊന്നും ഇങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് പോവാനും നിങ്ങളെ കൊണ്ട് പറ്റില്ല. പക്ഷെ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് മനസ്സുകൊണ്ടുള്ള ദുഃഖങ്ങൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ വളരെയധികം ആളുകൾ അയാളിലേക്ക് പെട്ടെന്ന് അട്രാക്ട് ആവും. കാരണം ഒരുപാട് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന വ്യക്തി, ഒരുപാട് നല്ല നല്ല ഉപദേശങ്ങൾ ആ ഒരു വ്യക്തിക്ക് മേ ബി കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള പേഴ്സണെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ ഒരു മെച്യൂരിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ നിങ്ങളെ ആ ഒരു വ്യക്തി കുറച്ചൊന്ന് ഹോൾഡ് ചെയ്യണമായിട്ട് കാണുന്നുണ്ട്. കാരണം ഇവിടെ കപ്സ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു കപ്സിനെ ഹോൾഡ് ചെയ്ത് ആളെല്ലാം കൂടി ഹോൾഡ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന പോലെയാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ഒരു സന്തോഷത്തെയൊക്കെ മറച്ചു വെച്ച് ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എല്ലാ സന്തോഷങ്ങളൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല താനും.
ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസും വരുന്നുണ്ട് ട്ടോ. നിങ്ങളില്ലെങ്കിൽ വേറൊരു വ്യക്തി. പക്ഷെ അയാളങ്ങനെ പോകുന്ന വ്യക്തിയൊന്നല്ല. ഓപ്ഷൻസ് മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വ്യക്തി നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ആ ഒരു സ്നേഹത്തിന്റെയും പൊസസീവ്നെസ്സിന്റെയും ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കഷ്ടതകളും തല്ലുപിടുത്തങ്ങളും ഒക്കെ ഒരു ബെയർ ചെയ്യേണ്ടി വരുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത് ഈ കാർഡ്സിൽ. അപ്പോ ഇതില് എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ഓൺ ആൻഡ് ഓഫ് കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെയും നമുക്ക് ഒരു കാണാൻ സാധിക്കും. ഒരു പെട്ടെന്നുള്ള നമ്മൾ നന്നായിട്ട് സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്നായിരിക്കും നിങ്ങൾ തമ്മിൽ ഒരു അടി ഇതൊക്കെ ഉണ്ടായി ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോവുക. വീണ്ടും നിങ്ങൾ തിരിച്ചു വരുന്നു. അതിൽ നിങ്ങൾക്ക് എന്താ പറയാ ഈ ഒരു ഇതില് ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓൺ ആൻഡ് ഓഫ് കണക്ഷൻ ആണ്. ചില സമയത്ത് ഭയങ്കര സ്നേഹത്തിലായിരിക്കും, ചില സമയത്ത് ഒട്ടും സ്നേഹമില്ലാണ്ട് നിങ്ങളെ ഒട്ടും ഗവനിക്കാണ്ട് മൈൻഡ് ചെയ്യാണ്ട് പോകുന്നൊരു ഇതായിട്ടും കാണാൻ പറ്റും. ഇതിലൊരു വ്യക്തി പലതും ഒളിപ്പിച്ച് വെക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അത് മാത്രമല്ല ഹൈലി ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മുന്നേ കൂട്ടി എന്താ പറയാ മനസ്സിലാവാൻ സാധിക്കുന്ന ആൾക്കാരും ഇതിലുണ്ടതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ചിന്തിക്കുന്ന ആളുടെ കാണുന്ന ആളുടെ ആ ഒരു വ്യക്തിക്ക് എന്താ പറയാ ഒരു പവറുള്ള വ്യക്തിയായിരിക്കും. ഒരു ചില ഇതില് ബിസിനസ് ഓൺട്രപ്രണർ വളരെയധികം കഷ്ടപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. നല്ല ഓർഡറിങ് പവർ ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഇത് വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയാണ്. കാരണം ഇവിടെ 2 ഓഫ് സോൾസ് ഉണ്ട്. കാരണം അത് നിങ്ങൾക്ക് ഇതേത് വഴി കൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം. കാരണം എനിക്ക് ഇതില് പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന നിങ്ങൾ ലവേഴ്സ് ആണ് കേട്ടോ. ഇതിലൊരു യാതൊരു സംശയവുമില്ല. യൂണിവേഴ്സ് ഇവിടെ തന്നിട്ടുള്ള ഒരു കാർഡ് ലവേഴ്സ് കാർഡാണ്. നിങ്ങൾക്ക് ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ തന്നെയാണ് ഇവര്. ഇതിലൊരു ഫ്യൂച്ചറും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു ഓൺ ഓഫ് കണക്ഷനിൽ നിങ്ങൾ വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ട് പോകും. കാരണം ഈ ഒരു വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ പോയാലേ നിങ്ങൾക്ക് സന്തോഷമുള്ളൂ. എന്തെങ്കിലും ഒരു ഓഫ് കണക്ഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്താ പറയാ ഭയങ്കര ഒരു ഇതായിരിക്കും. അത് മാത്രമല്ല ഇതൊരു സ്പിരിച്വലി നിങ്ങളെ ഒരുപാട് ഗ്രോത്ത് ചെയ്യാനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സാധിക്കും. യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് കാര്യങ്ങളായിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഓരോരോ കാര്യങ്ങൾ അനുഭവിച്ചിട്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അത് മാത്രമല്ല നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പിന്നാലെ തന്നെയാണ്. കാരണം യാതൊരു നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങളത് നോക്കുന്നില്ല. ഈ ഒരു കാർഡ്സിലും ഈ ഒരു കാർഡ്സിലും ഞാൻ കാണുന്നുണ്ട്. അത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു വ്യക്തി, അത് നിങ്ങളാണോ ആ വ്യക്തിയാണോ എന്ന് എനിക്കറിയില്ല, എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളില് അടക്കി മറച്ചു വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾ ഓരോ കാലചക്രത്തിലും എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. യൂണിവേഴ്സിൽ ഇതൊരു ഫ്യൂച്ചറുള്ള കാര്യം തന്നെയാണ്. പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊരു ചേഞ്ചസ് വരാനായിട്ടുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു ലവ് ലൈഫിൽ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ചേഞ്ചസ് ആയിരിക്കാം നിങ്ങൾ തമ്മിലുള്ളൊരു ഇതിലൊക്കെ ഒന്ന് വന്നിട്ടുണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ അത് വരാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു സൺ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് തന്നെയാണ് എനിക്കിവിടെ കാണുന്നത്. പക്ഷെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഓൺ ഓഫ് കണക്ഷനിലുള്ളൊരു ബന്ധമായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ.